ഞമ്മക്ക് അപ്പൊ നമ്മൾ ഇതിനെ പായൽ പന്ത് എന്ന് പറയാം. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായലാണ്. പായലിന് എന്താ പറയാ? മോസ് മോസ് അച്ചല്ല ഇച്ച്. അതെ. അപ്പൊ നമ്മൾ ആദ്യം ഇച്ചെടുക്കാൻ വേണം. അപ്പൊ നമ്മൾ ഓരോരോ മതിലുമ്പിൽ ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഇച്ചൊക്കെ ഓരോരോ മതിലുമ്പിലൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ ഇച്ച് തിരയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ തിണ്ടുമ്പിലും മിറ്റത്തും നമ്മളെ കാണില്ല. നമ്മളെ ഇടയിലൊരു ചോട്ടുണ്ട് കഥ. അപ്പൊ അതിന്റെ ഇടയിലൊരു ചോട്ടുണ്ട്. അപ്പൊ ചോട്ടനെ കാണില്ല എന്നാ പറയണത്. അപ്പൊ ക്യാമറ അപ്പൊ നമ്മള് ഇച്ച് നമ്മുടെ പായല് തെരഞ്ഞുകൊണ്ട് പോവുകയാണ്, പാടത്തേക്ക് പോവുകയാണ്. അപ്പൊ പാടത്ത് പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ. നന്നായിട്ട് ഇത് കുഴച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ബോൾ രൂപത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ബോളാക്കാം. രണ്ട് ബോൾസ് തയ്യാറായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോൾ ഇങ്ങനെ പകുതി ആക്കിയിട്ട് ഇങ്ങനെ, അപ്പൊ നമ്മൾ ഇതാ ഈ ചെടി വെക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ചെടിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഷേപ്പ് മാറ്റാതെ, ഈ ബോളിന്റെ ഷേപ്പ് മാറ്റാതെ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മളുടെ ബോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ തുണി ഇതിനെ നന്നായിട്ട് കവർ ചെയ്യണം. അതിന്റെ മുന്നേ നമ്മൾ നമ്മുടെ കൈകൾ കഴുകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നന്നായിട്ട് ചളിയുണ്ട്. അപ്പൊ ഈ തുണിയിലും പായലുമിലും ഒക്കെ അത് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെ കൈ ഒന്ന് കഴുകണം. അല്ലെങ്കിൽ ഒന്ന് അപ്പൊ നമ്മുടെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തുണി നന്നായിട്ട് നമുക്ക് ചുറ്റണം. അപ്പൊ നമുക്ക് ഒന്ന് ചുറ്റണം. നമ്മൾ താഴത്തുനിന്നാണ് ചുറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് ആകുന്നതായിരിക്കും നല്ലത്. അല്ലേ? നീളത്തിൽ പീസ് ആക്കണം. ഇതേപോലത്തെ നീളത്തില് പീസ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. അപ്പൊ നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ അബ്സോർബ് ചെയ്തിട്ട് എടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ നൂല് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റി നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് കെട്ടണം. ഇപ്പൊ നമ്മളുടെ ബോൾ നമ്മൾ തുണി നന്നായിട്ട് ചുറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരോ പീസായിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പൊതിഞ്ഞ് അല്ലേ, ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇവിടെ ഒറ്റ കെട്ട് കെട്ടാം. പക്ഷെ അതിനൊരു വൃത്തി ഉണ്ടാവില്ല. ഈ ബോളിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോകും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നൂലുകൊണ്ട് കെട്ടി കൊടുക്കുകയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പച്ച പായല് ഇതിന് കവർ ചെയ്യണം. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കവർ ചെയ്യേണ്ടത്. അപ്പൊ നന്നായിട്ടുള്ള ഫിനിഷിങ് കിട്ടും. അപ്പൊ നമ്മൾ ഈ പായല് നമുക്ക് ഈ ബോൾസിനെ കവർ ചെയ്യാം. ഓക്കെ. കവർ ഇടാന്ന് വെച്ച് നൂലെടുത്താം. അപ്പൊ നമ്മൾ ഈ നൂല് വെച്ചിട്ടാണ് കവർ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഇത് കാണാൻ. അപ്പൊ നമ്മളിത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ മഴയൊക്കെ ആയിട്ട് കുറേ പച്ചപ്പായലും പിന്നെ വെറുതെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇത് നമുക്ക് ഈ ജാപ്പനീസുകാർക്ക് മാത്രമല്ലല്ലോ, നമുക്ക് ഉണ്ടാക്കി കൂടെ അല്ലേ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. നമുക്കിത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് ശ്രദ്ധിക്കൊന്നും വേണ്ടത്. അപ്പൊ നമുക്ക് ചെറിയ പീസായിട്ട് നമുക്ക് ഇത് ആൾക്കാരൊക്കെ വേണമെന്ന് വിചാരിക്കും. അപ്പൊ ഇത് ഒരാള് മതി. അപ്പൊ എല്ലാവർക്കും കൂടി ഞാൻ ചെയ്യാന്ന് പറഞ്ഞ തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നത്. ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ പായലൊക്കെ നമ്മള് നൂല് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടാം. അപ്പൊ കെട്ടാൻ വേണ്ടി നമ്മൾ ഇതായിരുന്നു ഒരു സൂപ്പർ ടെക്നിക്ക്
ഈർക്കാണ്. സൂചിക്ക് പകരം അവിടെ ഒരു ഈർക്കിള് കെട്ടിയിട്ട് ഇതാ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് വരിഞ്ഞ് കെട്ടി നമുക്ക് സെറ്റ് ആക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇതാ നമ്മളുടെ കൊക്കടമ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഈ 2 ചെടിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി നമുക്ക് വെക്കാം. ഞങ്ങള് നല്ല റോസാ ചെടിയൊക്കെ നിങ്ങൾക്ക് വേണ്ടി നല്ല റോസാ ചെടി, പക്ഷെ ഇത് വീഡിയോ ലാഗ് ആയതിനു ശേഷം ലാഗ് ആയതുകൊണ്ട് നമുക്ക് വാടിപ്പോയി. അപ്പൊ ഇതാ നമുക്ക് ഇനി ഇത് സ്പ്രേ ചെയ്യണം. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം. നമ്മളിതാ നമ്മുടെ പിന്നെ നമ്മളിങ്ങനെ ഓട്ട പിന്നെ വെച്ചിട്ട് ഓട്ടയ്ക്ക് സ്പ്രേ ചെയ്യണം. അത് മൈലാണ്. അപ്പൊ നമ്മള് ഈ ഇത് വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. നന്നായിട്ട് സ്പ്രേ ചെയ്യാം. നിങ്ങൾക്ക് സ്പ്രേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ഏതെങ്കിലും ഒരു മഗ്ഗില് പിന്നെ വെള്ളമാക്കിയിട്ട് നമുക്കിത് മുക്കി വെച്ചാലും മതി. അപ്പൊ സ്പ്രേ ചെയ്യുന്നതായിരിക്കും സിമ്പിൾ, വലിയ പണിയൊന്നുമില്ല. വല്ലാണ്ട് ഇതിനെ ഇതാകപ്പോ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ആഴ്ചയിൽ 2 ദിവസം മറക്കാതെ വെള്ളം ഒഴിക്കാം. അപ്പൊ നിങ്ങളിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിചാരിക്കോ നൂലൊക്കെ കൊണ്ട് ഭംഗിയില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ തോന്നല് മാത്രമാണ്. അപ്പൊ നമ്മുടെ തോന്നല് മാത്രമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഈ പായല് വളരാൻ തുടങ്ങും. ഈ പായല് വളർന്ന് പച്ചപ്പ് വരും. പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നൂലൊന്നും നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ അപ്പം തന്നെ വീഡിയോ എടുത്ത് കാണിക്കുക. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പായലൊക്കെ നന്നായിട്ട് വളർന്ന് നല്ലൊരു പച്ച കുഷ്യൻ പോലെ നല്ലൊരു കുഷ്യൻ പോലെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കൊക്കട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് അത്രയും